10 വർഷത്തിനിപ്പുറം സമരഗേറ്റ് തുറന്നിരിക്കുകയാണ്. നമ്മളോടൊപ്പം ചിറയൻകീഴ് മണ്ഡലത്തിലെ MLA ആയ രമ്യ ഹരിദാസ് കൂടി ചേരുന്നുണ്ട്. 10 വർഷമായി ഈ സമരഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ കയറി ആദ്യത്തെ പ്രവൃത്തി ദിനം ഈ ഗേറ്റ് തുറന്നിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? കാരണം ഒരു വലിയ സന്തോഷം ജനങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കും. കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു ഗേറ്റാണ് ഈ നോർത്ത് ഗേറ്റ്. പ്രത്യേകിച്ച് സമരമരം എന്ന ആളുകൾ വിളിക്കുകയും ഈ മരത്തിൻ്റെ തണലിൽ കിടന്ന ഒരുപാട് സമരങ്ങൾ, ഇപ്പം നമ്മൾ പോലും പല സമരങ്ങളിലും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സമരങ്ങൾ നടക്കുന്ന ഒരു ഇടമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി അടച്ചിട്ടിരുന്ന ഒരു ഗേറ്റാണ്. അപ്പോൾ അവിടെ സംസാരിച്ച സമയത്ത് പല ഉദ്യോഗസ്ഥ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് അത് ഓപ്പൺ ചെയ്തെടുക്കാൻ വലിയ പ്രയാസമുണ്ടായി. കാരണം ആ ഒരു ഇരുമ്പ് ദ്രവിച്ചതും അതേപോലെ തന്നെ സ്റ്റെക്കായി നിന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം പണിപ്പെട്ടിട്ടാണ് ആ ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമാണ്. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ എവിടെ ഇരുന്ന് നോക്കുമ്പോഴും ഈ ഒരു സമരം ചെയ്യുന്ന ഈ ഒരു ഗേറ്റ് പരിചിതമാണ് എല്ലാവർക്കും. അപ്പം ഈ ഒരു ഗേറ്റ് തുറന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഇതാണോ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം? കാരണം സമരം എല്ലാവരും സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിനകത്ത് സമരമുണ്ടാകും, പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തും, ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വന്ന് പറയുന്ന ഒരു ഇടം കൂടിയാണല്ലോ ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അവിടെ അടച്ചു പൂട്ടുക, അതിൻ്റെ പുറത്തു നിന്നോ അപ്പുറത്തു നിന്നോ സമരം ചെയ്യുന്നവരുടെ, ഇപ്പം നമുക്കറിയാം ആശാ വർക്കർമാരുടെ സമരത്തിൽ പോലും ആ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റിനോട് ചേർന്ന് വെച്ചിരിക്കുന്ന ഷീറ്റുകൾ പോലും രാത്രി അർദ്ധരാത്രിയിൽ ആ സ്ത്രീകൾ അമ്മമാരായിരിക്കുന്നവർ ഇരിക്കുന്നിടത്ത് മഴ പെയ്യുമ്പോൾ വലിച്ചു കീറിക്കളഞ്ഞ് അവരെ മഴയത്ത് നിർത്തിയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് അതിനോട് ചേർന്ന് കിടക്കുന്ന ഗേറ്റ് 10 വർഷത്തിന് ശേഷം അത് ഓപ്പൺ ആക്കി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന എന്താ പറയുക, ഒരു സന്തോഷവും അതിലുപരി UDF സർക്കാരിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷയും ഒക്കെ അതിനകത്ത് വെളിവാകുന്നുണ്ട്. ആദ്യത്തെ VD സതീശൻ്റെ UDF മന്ത്രിസഭയുടെ യോഗത്തിന് ശേഷം ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതൽ ജനപക്ഷമായ തീരുമാനങ്ങൾ തന്നെയാണ് അതിനുശേഷം ഇങ്ങോട്ട് UDF സർക്കാർ സ്വീകരിക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.